ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും രാവിലെ മക്കളെ കൊണ്ടുവന്നാക്കും. പൊന്നു കുഞ്ഞു PK സിസ്റ്റേഴ്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒപ്പം തന്നെ ഇതും കേട്ടില്ലേ. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാകുമ്പോൾ തൃശ്ശൂരുണ്ടാകുമ്പോൾ എന്തൊക്കെയാണല്ലേ പറയുന്നല്ലേ. തൃശ്ശൂരുണ്ടാകുമ്പോൾ മക്കളെ സ്കൂളിലാക്കും. ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ, കണ്ണൊക്കെ കണ്ടില്ലേ. അന്ന് നമ്മൾ ചിമ്മിയിടാൻ പോയ വീഡിയോസ് എല്ലാവരും കണ്ടാന്ന് കരുതുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ചൊരു കോൾഡ് പിടിപെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ തൃശ്ശൂർ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മക്കളെ കൊണ്ടുവന്നാക്കി നേരെ എവിടെയെങ്കിലും ചായ കുടിക്കുകയോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുകയോ ആണ് പതിവ്. പക്ഷെ ഞാനിപ്പോൾ മഴക്കാലമായതുകൊണ്ടേ, മഴക്കാലത്താണ് ശരിക്കും കഞ്ഞി കുടിക്കേണ്ടത്. സാധാരണ ഞാൻ കഞ്ഞി കുടിക്കാറ് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. മഴക്കാലമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യം പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കുലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാനല്ല എന്ന് പോകുന്നത്. ഞാൻ പോകുന്നത് ചായ കുടിക്കാനാണ്. ഞാൻ സാധാരണ ചായ കുടിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അത്ര നല്ല ഫേമസ് ഉള്ള സ്ഥലം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ട്രൈ ചെയ്യാം. എനിക്കിഷ്ടമുള്ള ചായ ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ വഴിക്ക് വരുമ്പോഴേ ടൗൺ ഹാൾ, തൃശ്ശൂർ ടൗൺ ഹാള്, ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് കണ്ടു നിൽക്കുന്ന, ഇടയ്ക്കല്ല ഇതിൽ പോകുമ്പോൾ എപ്പോഴും നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണ് ടൗൺ ഹാൾ, തൃശ്ശൂർ ടൗൺ ഹാൾ. എല്ലാവർക്കും ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീണ്ടും ആവർത്തിക്കല്ല, എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം ആവർത്തിക്കരുത്. ചായയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ടൗൺ ഹാള് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു സാധാരണ ഒരു കെട്ടിടമായിട്ടൊന്നും നമുക്കതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പകരം അതിൻ്റെ ഒരു എന്താ പറയുക, നിർമ്മാണത്തിൻ്റെ ഒരു ഭംഗി നമ്മുടെ നാട്ടിലത്തെ ഒരു ശൈലിയല്ല. വേറെ എന്തൊരു നമ്മുടെ നാട് വിട്ടിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് ഒരു കെട്ടിടം കണ്ടിട്ടില്ലേ, വലിയൊരു ബിൽഡിംഗ് കണ്ടിട്ടില്ലേ, ആ ഒരു ലുക്കിലാണ് നമ്മുടെ ടൗൺ ഹാൾ, തൃശ്ശൂർ ടൗൺ ഹാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ഇതിലെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ടൗൺ ഹാൾ ഒന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് സന്തോഷിച്ചൊക്കെ പോവുള്ളൂ. കാരണം എനിക്കത് കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് എനിക്കറിയില്ല, കുറച്ചൊക്കെ അറിയാം. മുൻ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ മ്യൂസിയം അല്ലെങ്കിൽ ടൗൺ ഹാള് നിലകൊള്ളുന്നത്. ഇതിലിപ്പോൾ RK ഷൺമുഖം ചെട്ടിയുടെ ദിവാൻ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഇവിടെ ഇപ്പോൾ പുരാവസ്തു ഞാൻ നോക്കിയ വായിക്കുന്നു കേട്ടോ. ഇവിടെ പുരാവസ്തു മ്യൂസിയവും ചിത്ര ഗാലറിയും ഉണ്ട്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ചുവർ ചിത്രങ്ങൾ പകർത്തി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ മ്യൂസിയത്തിൽ കാണേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം പനയോലകളിൽ എഴുതിയതും ഓല ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതുമായ പഴയ കയ്യെഴുത്തു പ്രതികളുടെ ശേഖരം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട്. ഓല ഗ്രന്ഥങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ പനയോലകളിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അന്നത്തെ ഇന്ത്യൻ ചക്രവർത്തിയായിരുന്ന ജോർജ് രാജാവിന്റെ വെള്ളി ജൂബിലി ആഘോഷത്തിന്റെ ബഹുമാനാർത്ഥമാണ് ടൗൺ ഹാൾ നിർമ്മിച്ചത്. വിക്ടോറിയൻ ശൈലിയിലുള്ള, ഇതാണ് പ്രധാനം, വിക്ടോറിയൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ മുന്നിൽ ഒരു പുൽത്തകിടിയും പൂന്തോട്ടവും ഉണ്ട്. ഓക്കെ, അതായത് വിക്ടോറിയൻ ശൈലിയാണ് ഈ ഒരു കെട്ടിടത്തിന്റെ, നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ പോകുമ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണിലുടക്കുന്നതും ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് ആ ടൗൺ ഹാളിന്റെ. ഇത് നിർമ്മിച്ച ആർക്കിടെക്ട്, രൂപകൽപ്പനയും നിർമ്മാണവും ചെയ്തിട്ടുള്ളത് VK അരവിന്ദാക്ഷ മേനോൻ എന്ന വ്യക്തിയാണ്. ഇത് ടൗൺ ഹാള്
ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്ന് പാലസ് റോഡിലാണ് തൃശ്ശൂർ പാലസ് റോഡിലാണ് ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഫോട്ടോ എടുത്തു. ഇതിപ്പോൾ തൃശ്ശൂരത്തെ എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ എനിക്ക് ഇത് ഇങ്ങനെ നമ്മുടെ വീഡിയോയിൽ കാണിക്കണം എന്നൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ കാണിച്ചു. തൃശ്ശൂർ അല്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, അവർക്ക് ഇതൊരു എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, അത് കാരണം കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം. സ്ഥലം അവിടെ കാണിക്കാം. ഓക്കെ, ബൈ. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം പറഞ്ഞുതരാം. ടീ കടൈ റെസ്റ്റോറൻ്റ് ആണ്. മധുരൈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ ഔട്ട്ലെറ്റ് ആണിത്, ടീ കടൈ. ഇത് തൃശ്ശൂർ പാട്ടുരാക്കിൽ നിന്ന് നേരെ ഷൊർണൂർക്ക് പോകുന്ന വഴിയിൽ തയ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപായിട്ടാണ് ടീ കടൈ. ഇപ്പുറത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വലിയ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ നമ്മളപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. കാരണം ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ചായ ഇവിടെ കിട്ടും. ഇവിടെ ആ ചേട്ടൻ നമുക്ക് ചായ അടിച്ചു തരും. ആദ്യം തന്നെ ബില്ലെടുക്കുക, പോയി കാശ് കൊടുക്കുക, ചായ കുടിക്കുക. അപ്പൊ നമ്മള് ചായ എന്ന് പറഞ്ഞ് ഞാൻ കാപ്പിയാണ് വാങ്ങിച്ചത്. 2 കട്ട്ലേറ്റ് കാപ്പി. ഈ കാപ്പി ആണ് ഞാൻ സ്ഥിരം കുടിക്കുക, പക്ഷെ പറഞ്ഞു വരുമ്പോ എപ്പോഴും ചായ എന്ന് പറയുള്ളൂ. എന്തായാലും ഇവിടുത്തെ കാപ്പി കൊള്ളാം, നല്ല കാപ്പിയാണ്. പിന്നെ ഞാൻ ഇവിടെ കഴിക്കുന്ന സ്ഥലം നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ കഫേ, അതായത് നമ്മുടെ കിഴക്കുംപാട്ടുകര കഴിഞ്ഞിട്ട് തൃശ്ശൂർ മണ്ണത്തൂർ റോട്ടില്, അത് കിടിലൻ കാപ്പി. ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട കാപ്പി അവിടത്തെയാണ്. മഴ കാരണം കൊണ്ട് അങ്ങോട്ട് പോയില്ല, കുറച്ച് ദൂരം പോണല്ലോ, ബ്ലോക്കൊക്കെ ഉണ്ടാവും വണ്ടി. അപ്പൊ 2 കട്ട്ലേറ്റും 1 കാപ്പിയും കഴിച്ചിട്ട് ഞാൻ വരാം ഗൈസ്. ഒരു കട്ട്ലേറ്റ് കഴിക്കാം. വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇത് വെജിറ്റേറിയൻ സെക്ഷനാണ്. ഈ റെസ്റ്റോറൻറ്റ് മധുരൈ റെസ്റ്റോറൻറ്റ് ടീ കടൈ. ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ, വെജിറ്റബിൾസ് ഓൺലി. ഓക്കെ, വെരി ടേസ്റ്റി കട്ട്ലേറ്റ് കേട്ടോ, നല്ല മൊരിഞ്ഞ ക്രിസ്പി കട്ട്ലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. യെസ് ഗൈസ്, അപ്പൊ ചായ കുടിച്ച് ചായ തന്നെ വരുന്നുള്ളൂ. കാപ്പി കുടിച്ച് ഞാൻ കാപ്പിയാണ് ഇപ്പൊ കൂടുതൽ കഴിക്കുന്നത്. പണ്ട് ചായ അത്യാവശ്യം നന്നായി കഴിച്ചിരുന്നു, ഇപ്പൊ ചായ കൂടി കുറച്ചു, ഇപ്പൊ കാപ്പിയാണ് കൂടുതൽ കഴിക്കുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് ഒരു 4 കട്ട്ലേറ്റ് പാഴ്സൽ വാങ്ങിച്ചു. അങ്ങനെ നൈസായിട്ട് ബെസ്റ്റ് അടിപൊളി ചൂടുള്ള കാപ്പിയും ചൂടുള്ള കട്ട്ലേറ്റും കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പൊ ഇന്ന് എവിടേക്കും പ്രത്യേകിച്ച് യാത്ര ഇല്ലാത്ത കാരണം കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വൈകിട്ട് ഇന്നിപ്പോ ഒരാൾക്ക് അന്ന് സ്കൂളുള്ളൂ, 2ാമത്തെ ആൾക്കില്ല, 3 ആൾക്ക് മാത്രമുള്ള എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചെറിയ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് രാവിലെ വന്നപ്പോൾ ടൗൺ ഹാളിൽ നിന്ന് കാണിക്കണം, ഒപ്പം തന്നെ ചായ അല്ല കാപ്പി കുടിക്കുന്നത് കാണിക്കണം, അത്രേ ഉള്ളൂ. നല്ല സ്നാക്സ് ഉണ്ട് ഇവിടെ,
നല്ല കാപ്പി ഉണ്ട്. എനിക്ക് പക്ഷെ കാപ്പി ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ അവിടത്തെയാണ് ടിഫിൻ. ഗുരുവായൂർ ടിഫിൻ അവിടത്തെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടി ബെറ്ററാണ് അവിടുത്തെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതിലെ വരുന്നവര് ഇവിടത്തെ മറ്റുള്ളതിനേക്കാളും കുറച്ച് ബെറ്റർ ആണ് ഈ സ്ഥലം. ട്രൈ ചെയ്യുക. അവിടെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ കാപ്പി. മഴ പെയ്തു തുടങ്ങി, നല്ല മഴയായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഇനിയും നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. നമ്മുടെ ഷിനോബായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രിപ്പുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല നല്ല ട്രിപ്പുകളുടെയും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു ചാനലാണ്, മക്കളുടെ ചാനൽ എല്ലാവർക്കും അറിയാം, PK സിസ്റ്റേഴ്സ്. അതും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മള് വലിയ എന്താ പറയാ ബ്ലോഗ് ചെയ്ത് പരിചയമുള്ള വ്യക്തിയൊന്നുമല്ല, എന്നാൽ പോലും പതിയെ ശരിയാവും അല്ലേ? നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ കാര്യം ക്ലിയർ ആവും. കൂടെ നിൽക്കുക. ഓക്കെ, ബൈ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.